കേന്ദ്ര സർക്കാർ ജീവനക്കാരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഭൂമി ഏറ്റെടുക്കലിലൂടെ പണം 3 ഇരട്ടിയാക്കി തിരിച്ചു നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഇടുക്കി സ്വദേശിയിൽ നിന്ന് പണം തട്ടിയ പാലക്കാട് സ്വദേശിയെ ഇടുക്കി പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് കൊങ്ങാട് പാലപ്പാട്ട് പറമ്പിൽ സുരേഷ് സായിനെയാണ് ഇടുക്കി മണിയാറൻകുടി സ്വദേശി പൊടിപ്പാറയിൽ റോബി ജെയിംസിന്റെ പരാതിയിൽ അറസ്റ്റ് ചെയ്തത്. സംഭവം സംബന്ധിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: റോബിയുടെ ബന്ധുവായ പാലക്കാട് സ്വദേശി ഓമനിയും മകൾ ഡോണിയും ചേർന്നാണ് സ്ഥലം ഏറ്റെടുക്കുന്നതിന് പണം മുടക്കിയാൽ 3 ഇരട്ടി ലാഭം ലഭിക്കുമെന്നറിയിച്ച് റോബിയെ സമീപിച്ചത്. ഇതിനായി ആദ്യ ഗഡുവായി 3,68,000 രൂപ നൽകി. പിന്നീട് 14 ലക്ഷം രൂപ നൽകിയാൽ 49 ലക്ഷം രൂപയായി തിരികെ കിട്ടുമെന്നറിയിച്ച് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തിയ സുരേഷ് സായി റോയിയെ ബന്ധപ്പെടുകയായിരുന്നു. കൊടുത്തില്ലെങ്കിൽ ആദ്യം നൽകിയ തുക നഷ്ടപ്പെടുമെന്നും അറിയിച്ചു. ഇതിനായി കേന്ദ്ര സർക്കാരിന്റെ എംബ്ലമുള്ള വ്യാജ ID പ്രൂഫും ഇവരെ കാണിച്ചിരുന്നു. ബന്ധുവും ഇടപെട്ടതിനാൽ വിശ്വാസം തോന്നി റോബി പണം നൽകുകയായിരുന്നു. പിന്നീട് പണം കിട്ടാതായതോടെ 1 മാസം മുമ്പാണ് ഇടുക്കി പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. സുരേഷ് സായിയുടെ പേരിൽ നിലവിൽ മറ്റു കേസുകൾ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ഇയാളുടെ അക്കൗണ്ടിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കൂടുതൽ പണം എത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഈ കേസിനെ കുറിച്ച് തുടക്കത്തിൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഇവർ ഹൈവേ പ്രോജക്റ്റ് നടത്തുന്നു. അതിന് സർക്കാരിനെ കൊണ്ട് സ്ഥലം ഏറ്റെടുപ്പിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു 3,68,000 രൂപ ഈ പ്രതി ഈ പറയുന്ന പൈസ നഷ്ടപ്പെട്ടയാളുടെ ബന്ധുവിൻ്റെ സ്വാധീനിച്ച് കൈക്കലാക്കുന്നു. അതിനുശേഷം ഈ പരാതിക്കാരെ ബന്ധപ്പെട്ടിട്ട് പൈസ നഷ്ടപ്പെട്ടയാളെ ബന്ധപ്പെട്ടിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഇപ്പോൾ തന്നിരിക്കുന്ന 3,68,000 രൂപ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രോജക്റ്റ് നടപ്പാക്കണമെങ്കിൽ മൊത്തം ഒരു 14 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ആ പൈസ മുഴുവൻ നിങ്ങൾക്ക് അടച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 49 ലക്ഷം രൂപ കിട്ടും എന്ന് പറയുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ നമ്മുടെ Gmail ID ഉണ്ടാക്കുകയാണ്. സെൻട്രൽ ഗവൺമെൻറ് എന്നുള്ള പേരിട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ excise.gov@gmail.com എന്ന് പറഞ്ഞിട്ടൊരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ കൂടെ ഇയാൾ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെന്നുള്ള വ്യാജേന മെയിൽ അയച്ചു. അപ്പോൾ ഈ മെയിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും 49 ലക്ഷം കിട്ടുന്നത് സർക്കാർ അപ്രൂവ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് നമ്മുടെ പരാതിക്കാരൻ ക്രെഡിറ്റ് കാർഡ് വഴിയൊക്കെ പലയിടത്തുനിന്ന് പൈസ കടം വാങ്ങിച്ചൊക്കെ വിഡ്രോ ചെയ്തിട്ട് ഇയാൾ അയച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇയാൾ മാസങ്ങളോളം പൈസ കൊടുക്കാതിരുന്നപ്പോഴത്തേക്കുമാണ് ഇവർ പരാതിയായിട്ട് വരാനിടയായത്. കൂട്ടുപ്രതികളായ ഓമനയ്ക്കും ഡോണയ്ക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. SHO സജീവ് സന്തോഷ്, SIPമാരായ മനോജ്, റെജി, ജിമ്മി എന്നിവർ ചേർന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.